ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴയ കാലങ്ങളിലൊക്കെ അംഗനവാടിയിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയിരുന്ന മഞ്ഞ ഉപ്പുമാവ്, അതായത് ചോളപ്പൊടി വെച്ചിട്ടുള്ള ഉപ്പുമാവ്, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ പഴയകാല ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഉപ്പുമാവ് തയ്യാറാക്കാൻ ഞാൻ 250 ml കപ്പിന് ഒരു കപ്പ് ചോളപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ്. പിന്നെ അതുപോലെ തന്നെ 1/4 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്, അത് ചെറുതാക്കി മുറിച്ചെടുത്തത്. പിന്നെ ഒരു 6 ചുവന്നുള്ളി ഉണ്ട്, അതും ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുളക്. ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് നമുക്ക് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാനായാലും മതി. അപ്പോൾ നമുക്ക് അടി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി എന്തായാലും ചേർത്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് ഉപ്പുമാവിന് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 6 ചുവന്നുള്ളി നെടുകെ കീറിയതാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സവാളൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ എരിവുള്ളത് കാരണം ഞാൻ അതിൻ്റെ സീഡ്സ് കുറച്ച് കളഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതെല്ലാം തന്നെ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ചോളപ്പൊടി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചോളപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ റവയൊക്കെ വറുത്തെടുക്കുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക. ഇത് നമ്മൾ ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ മതി വറുത്തെടുക്കാൻ. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്, അപ്പോൾ ഇതിൻ്റെ കളർ മാറും, അതുപോലെ തന്നെ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എത്ര മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1 കപ്പ് നിറച്ചിട്ടാണ് ചോളപ്പൊടി എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സാധാ പച്ചവെള്ളം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളത്തിലാണ്, ആവശ്യത്തിന് വെള്ളത്തിൽ കലക്കിയെടുക്കുകയാണ്. അപ്പോൾ അതങ്ങനെ കട്ട പിടിച്ചിട്ട് ആകാരം ഇരിക്കുന്നത്, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ അതാ കട്ടയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ 1-2 മിനിറ്റോളം നമുക്ക് കട്ടകളൊക്കെ അങ്ങനെ ഒന്ന് ഉടച്ചിട്ടെടുക്കാം. അപ്പോൾ അതാ കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ലപോലെ ഉപ്പുമാവിൻ്റെ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഈ ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് പാൽപ്പൊടി ചേർക്കുന്നത്. പാൽപ്പൊടി ചേർത്താലുള്ളൂ ഉപ്പുമാവിൻ്റെ ആ ഒരു പഴയ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് ചേർത്തിട്ട് ഇനി ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ പാൽപ്പൊടിയൊക്കെ ഉപ്പുമാവിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കണം. പാൽപ്പൊടി ചേർക്കാതെ നമ്മൾ തയ്യാറാക്കിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു പഴയകാല ഉപ്പുമാവിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എത്ര മതി. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചോളപ്പൊടിയൊക്കെ എല്ലായിടത്തും വാങ്ങാൻ കിട്ടും, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ കൂടെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഉപ്പുമാവാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.